എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരേട്ടയിലെ വാല്യൂ, ആട്രിബ്യൂട്ട് എന്നീ മെത്തേഡ്സിന്റെ യൂസേജിനെ കുറിച്ചാണ്. നമുക്ക് ഡെമോയിലേക്ക് പോകാം. ഞാൻ ക്രോം ബ്രൗസറിൽ സ്വാഗ് ലാബ്സ് എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ നോക്കാൻ വേണ്ടി പോകുന്ന വാല്യൂ എന്ന മെത്തേഡിന്റെ യൂസേജിനെ കുറിച്ചാണ്. ഞാൻ ഈ ലോഗിൻ ബട്ടൺ ഇൻസ്പെക്ട് ചെയ്യുവാണ്. ഇൻസ്പെക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു ഇൻപുട്ട് ടാഗാണ്. ഇതിനകത്ത് വാല്യൂ എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ലോഗിൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കരേട്ടെ വാല്യൂ എന്നൊരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ മെത്തേഡ് യൂസ് ചെയ്ത് ലോഗിൻ എന്ന വാല്യൂ തന്നെയാണോ ഈ ബട്ടൺ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്ത യൂസേജ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് എന്ന മെത്തേഡിൻ്റെ ആണ്. ആട്രിബ്യൂട്ട് എന്ന മെത്തേഡിൻ്റെ കേസിൽ നമുക്ക് യൂസർ നെയിം എന്ന ടെക്സ്റ്റ് ബോക്സ് എക്സാമ്പിളായിട്ട് എടുക്കാം. ഇതിൽ ഒരു ഇൻപുട്ട് ടാഗാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്ലേസ് ഹോൾഡറിൻ്റെ വാല്യൂ നമുക്ക് റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആണ് റിട്രീവ് ചെയ്യേണ്ടത് നമുക്ക് ആട്രിബ്യൂട്ട് എന്ന മെത്തേഡ് യൂസ് ചെയ്ത് റിട്രീവ് ചെയ്യാം. ഏത് എലമെൻറ്റിൻ്റെ ആണോ റിട്രീവ് ചെയ്യേണ്ടത് അതിന് ലൊക്കേറ്റർ കൊടുക്കുക, അതിനുശേഷം കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട് നെയിം കൊടുക്കുക. അപ്പം നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് റിട്രീവ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ID എന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ യൂസർ നെയിം എന്നുള്ള വാല്യൂ ആയിരിക്കും ആട്രിബ്യൂട്ട് എന്ന മെത്തേഡ് റിട്രീവ് ചെയ്യുന്നത്. ഓട്ടോ കറക്റ്റ് എന്ന ആട്രിബ്യൂട്ട് നെയിമിൻ്റെ വാല്യൂ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഓട്ടോ കറക്റ്റ് എന്ന ആട്രിബ്യൂട്ട് നെയിം പാസ് ചെയ്യുക. അപ്പോൾ റിട്രീവ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഓഫ് എന്ന വാല്യൂ ആയിരിക്കും. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോകാം. ഞാൻ എക്ലിപ്സ് ID ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കരേട്ടെ UI ഓട്ടോമേഷൻ എന്ന പ്രൊജക്റ്റിനുള്ളിൽ വാല്യൂ ഡോട്ട് ഫീച്ചർ എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നെയിം ഞാൻ റീനെയിം ചെയ്യുവാണ്. വാല്യൂ ആൻഡ് ആട്രിബ്യൂട്ട് എന്ന് റീനെയിം ചെയ്യുവാണ്. റീനെയിം ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം വാല്യൂ ആൻഡ് ആട്രിബ്യൂട്ട് ഡോട്ട് ഫീച്ചർ എന്ന് പേര് മാറ്റി. കാരണം രണ്ട് മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഫയൽ സേവ് ചെയ്യുന്നു. ഇവിടെ ഫീച്ചറിന് കൊടുത്തിരിക്കുന്ന പേര് ഇതാണ്, ഗെറ്റ് വാല്യൂ ആൻഡ് ആട്രിബ്യൂട്ട് വാല്യൂ ഓഫ് HTML എലമെന്റ് യൂസിങ് വാല്യൂ ആൻഡ് ആട്രിബ്യൂട്ട്. ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ ഉണ്ട്. ഇതിൽ ബ്രൗസർ സെറ്റപ്പ് റിലേറ്റഡ് കമാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് സെനേരിയോ, ഗെറ്റ് വാല്യൂ ഓഫ് HTML എലമെന്റ്. ഇവിടെ ഞാൻ ലോഗിൻ ബട്ടന്റെ ലൊക്കേറ്റർ ഇവിടെ പാസ് ചെയ്തിരിക്കുകയാണ്. അതിൽ വാല്യൂ എന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ റിട്രീവ് ചെയ്യാൻ വേണ്ടി വാല്യൂ എന്ന മെത്തേഡ് യൂസ് ചെയ്തു. അതിനുശേഷം ആ ലോഗിൻ ബട്ടന്റെ ലൊക്കേറ്റർ പാസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു സെക്കൻഡ് സെനേരിയും കൂടെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ @ignore എന്ന കീവേഡ് യൂസ് ചെയ്ത് ഈ സെനേരി ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വാല്യൂ എന്ന മെത്തേഡ് ലോഗിൻ ബട്ടൻ്റെ വാല്യൂ റിട്രീവ് ചെയ്യും. അത് കൺസോളിൽ പ്രിൻറ്റ് ചെയ്യാനുള്ള കോഡാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഞാനിത് അസേർഷൻ കൂടി ചെയ്തിട്ടുണ്ട്. അത് കമൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനത് അൺകമൻറ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഒറ്റ ലൈനിൽ വാല്യൂ റിട്രീവ് ചെയ്തെടുക്കുകയും അത് ലോഗിൻ തന്നെയാണോ എന്നുള്ളത് അസേർഷൻ ചെയ്യുകയും ചെയ്യാം. ഇത് ജസ്റ്റ് കൺസോളിൽ വരാൻ വേണ്ടി ഞാൻ ഒരു അഡീഷണൽ കോഡ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒറ്റ ലൈനിൽ മാച്ചിങ്ങും വാല്യൂ റിട്രീവ് ചെയ്ത് എടുത്ത് നോക്കുകയും ചെയ്യാൻ സാധിക്കും കരേട്ടയിൽ. ഞാൻ ഈ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് റിപ്പോർട്ട് നോക്കാം. ഫീച്ചർ ഫയൽ 1 എന്നുള്ള ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. ഇന്നത്തെ സിനാരിയോ പാസ്സായി. ഇവിടെ 9th ലൈൻ എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം വാല്യൂ ഈസ് ലോഗിൻ എന്നുള്ള വന്നിട്ടുണ്ട്. അതുപോലെ അസേർഷനും പാസ്സായി. ഞാൻ ഇൻറ്റൻഷനലി അത് ഫെയിൽ ചെയ്യിപ്പിക്കുകയാണ്. ലോഗിൻ എന്നുള്ള ലോഗിൻ 1 എന്നാക്കി. അപ്പം ഈ സിനാരിയോ ഫെയിൽ ആകണം. ഞാൻ വീണ്ടും ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് കാണാം ഇവിടെ സെനേരിയോ ഫെയിൽഡ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ഫെയിൽഡ് 1. അതിനുള്ള റീസൺ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ റിപ്പോർട്ടും കൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇത്തവണ റെഡ് കളറിലാണ് 1 എന്നുള്ള കൗണ്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലി സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. അതുപോലെ ആ റീസൺ നമുക്ക് കാണാം. ഞാൻ തിരിച്ച് ലോഗിൻ ആക്കുവാണ്. ഇനി നമുക്ക് സെക്കൻഡ് സെനേരി നോക്കാം. ഞാൻ @ignore എന്നുള്ളത് ഫസ്റ്റ് സെനേരിക്ക് ആഡ് ചെയ്യുവാണ്. ഫയൽ സേവ് ചെയ്യുന്നു. ഇനി ഞാൻ ആട്രിബ്യൂട്ട് എന്ന മെത്തേഡിൻ്റെ യൂസേജ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആട്രിബ്യൂട്ട് എന്ന
മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി ലൊക്കേറ്റർ പാസ് ചെയ്യുക. അതിനുശേഷം ഏത് ആട്രിബ്യൂട്ട് നെയിമിൻ്റെ വാല്യൂ ആണോ റിട്രീവ് ചെയ്യേണ്ടത് അതും കൂടെ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുക. ഈ കൊടുത്തിരിക്കുന്നത് ലൊക്കേറ്ററാണ്. ഞാൻ യൂസർ നെയിം എന്ന ലൊക്കേറ്ററിലെ പ്ലേസ് ഹോൾഡർ എന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആണ് റിട്രീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ സെക്കൻഡ് ലൈനിൽ യൂസർ നെയിം എന്ന സെയിം എലിമെൻറ്റിൻ്റെ ലൊക്കേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലൊക്കേറ്റർ യൂസ് ചെയ്ത് ആ എലിമെൻറ്റിൻ്റെ ഓട്ടോ കറക്റ്റ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് നെയിം ഉണ്ട്. ആ ആട്രിബ്യൂട്ട് നെയിമിൻ്റെ വാല്യൂ ആണ് റിട്രീവ് ചെയ്യുന്നത്. അത് രണ്ടും ഞാൻ പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ അസേർഷൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ അൺകമൻറ്റ് ചെയ്യുവാണ്. ഫയൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുവാണ്. റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യാം. ഫീച്ചർ ഫയൽ പാസ്ഡ് ആയിട്ടുണ്ട്. ഇവിടെ 14 ലൈൻ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം പ്ലേസ് ഓർഡർ എന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന യൂസർ നെയിമാണ്. അതുപോലെ ഓട്ടോ കറക്റ്റ് എന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ഓഫ് എന്നുള്ളൊരു വാല്യൂ ആണ്. നമുക്കതൊന്ന് ഇൻസ്ട്രക്ട് ചെയ്ത് വെരിഫൈ ചെയ്യാം. ഞാൻ എക്സാമ്പിളായിട്ട് യൂസ് ചെയ്ത് യൂസർ നെയിം എന്ന ഫീൽഡാണ്. ഇവിടെ യൂസർ നെയിം എന്ന ഫീൽഡിൻ്റെ ലൊക്കേറ്ററായ ID ആണ് ഞാൻ ഇവിടെ കോഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് യൂസർ നെയിം എന്നുള്ള ഇവിടെ ലൊക്കേറ്റർ പാസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട പ്ലേസ് ഹോൾഡറിൻ്റെ വാല്യൂ ഓട്ടോ കറക്റ്റ് വാല്യൂ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലേസ് ഹോൾഡർ എന്ന ആട്രിബ്യൂട്ട് ഇതാണ്. അതിൻ്റെ വാല്യൂ യൂസർ നെയിം എന്നാണ്. അത് തന്നെയാണ് റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നത്. നമുക്ക് കാണാം ഇവിടെ യൂസർ നെയിം എന്നുള്ളത് വന്നു. ഇനിയുള്ളത് ഓട്ടോ കറക്റ്റ് എന്ന ആട്രിബ്യൂട്ട് നെയിമിൻ്റെ വാല്യൂ ആണ്. ഓട്ടോ കറക്റ്റ് എന്നുള്ള ആട്രിബ്യൂട്ട് ഇതാണ്. അതിൻ്റെ വാല്യൂ ഓഫ് എന്നുള്ളതാണ്. അത് കൺസോളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കരേട്ടയിൽ വാല്യൂ ആട്രിബ്യൂട്ട് എന്നീ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്? ഞാൻ ഈ @ignore എന്നുള്ള ടാഗ് റിമൂവ് ചെയ്യുകയാണ്. ഈ കോഡ് ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് റീയൂസ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.